ഒരു സാക്ഷ്യം ഉണ്ടായി. ലിഡിയ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ നഴ്സാണ്, കോട്ടയം ഡിസ്ട്രിക്റ്റ്. എന്താ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യം നമ്മുടെ യൂട്യൂബിലുണ്ട്, നോക്കിയാൽ മതി. ഇത് വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ്നിങ് സ്പീഡിലാണ്, മിന്നൽ വേഗത്തിലാണ്. എന്നുവെച്ചാൽ ഇവർക്ക് കുറേ നാളായിട്ട് ഇവർ പഠിച്ച് നേഴ്സിംഗ് കോഴ്സൊക്കെ പാസ്സായിട്ട് ഇവർ ഇംഗ്ലണ്ടിൽ പോകാൻ വേണ്ടി ഒരു അപേക്ഷയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇൻ്റർവ്യൂവിന് വിളിക്കണില്ല. കുറേ മാസമായിട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കണില്ല അവരാ. അവസാനം അവർ ഉപേക്ഷിക്കാം, ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചവർ, പ്രോജക്റ്റ് ഉപേക്ഷിക്കാം. അപ്പോഴാണ് ഇവർക്ക് ഉടമ്പടിയുടെ ലിങ്ക് കിട്ടുന്നത്. അവർ വിചാരിച്ച് ഉടമ്പടി എടുത്താൽ ചിലപ്പോഴും ആ മാതാവ് ഈ വിഷയത്തിന് മേൽ തീരുമാനമെടുക്കും. അപ്പോൾ അവർ വളരെ ആർത്തിയോടും സന്തോഷത്തോടും വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ. അപ്പം തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് ഇൻ്റർവ്യൂവിനെ വിളിച്ച് വരാം. പെട്ടെന്നല്ല, ലൈറ്റ്നിങ് സ്പീഡാണ്. അതായത് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാമല്ലോ നിങ്ങൾ ഉഴപ്പുക മര്യാദയ്ക്ക് ചെയ്യുക എന്ന്. അതാണ് പ്രശ്നം. ദൈവം മനുഷ്യന്മാരെ പോലെ അല്ലല്ലോ. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് ഉഴപ്പുമോ മര്യാദയ്ക്ക് ചെയ്യുമോ എന്നർത്ഥം. ചെയ്യണമെങ്കിൽ ദൈവസ്നേഹത്തോടെ ചെയ്യുക, അതാ ദൈവസ്നേഹത്തോടെ ചെയ്യത്തില്ലേ, അതെല്ലാം കർത്താവിനറിയാം. നിങ്ങൾ ഉടമ്പടി എടുക്കാൻ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട്, നിങ്ങളുടെ ആത്മാവിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് കർത്താവിൻ്റെ മേശപ്പുറത്താവും. അപ്പോൾ ഒരു ഫ്രോഡ് പരിപാടിയും നടക്കത്തില്ല. പക്ഷെ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടും കിട്ടും. അതുകൊണ്ട് എന്താണ്, ഇവളെ ഉടമ്പടി കറക്റ്റായിട്ട് ചെയ്യുമെന്ന് കർത്താവ് മനസ്സിലായത് കാരണം ഇവൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇമെയിൽ മെസ്സേജ് വന്നു, യു ആർ കോൾഡ് ഫോർ എ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. ഇവൾക്ക് പകച്ചുപോയി എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിന് ഇവർ പ്രിപ്പയർ ആയിട്ടില്ല. ഇത് കിട്ടത്തില്ല, ജോലി പോയെന്നും പറഞ്ഞിരിക്കുകയല്ലേ. നമ്മുടെ നേഴ്സിംഗ് പ്രൊഫഷൻ തന്നെ വെള്ളത്തിലായെന്നും പറഞ്ഞങ്ങനെ എല്ലാ പ്രത്യാശയും കളഞ്ഞു കുളിച്ച് ഇരിക്കുക. അപ്പോൾ ഇത് പെട്ടെന്നിങ്ങനെ വർക്കൗട്ട് ചെയ്തപ്പോൾ ഇവൾ ആപ്പടെ വല്ലാത്ത അവസ്ഥയായി. പക്ഷേ എന്നാലും ഇവൾ പറഞ്ഞ് ഉടമ്പടിയുടെ ഉറപ്പെന്നും പറഞ്ഞൊരു സംഭവം ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്. വേറെ ഒന്നുമില്ല എൻ്റെ കയ്യിൽ, വേറെ ഒന്നുമില്ല, ഉടമ്പടി എടുത്ത ഒരു ഉറപ്പ് മാത്രമാണ്. എത്ര മനുഷ്യരാണ് അങ്ങനെ പറയണത്? വേറെ ഒന്നും കയ്യിലില്ല, കാലണ കാശില്ല, ആരും തരാനുമില്ല. ആപ്പടിലെ ഉറപ്പ് എന്താണ്? ഉടമ്പടി എടുത്തതിൻ്റെ ഉറപ്പ് മാത്രം. അത് എടുത്തിരിക്കണൊക്കെ ഒരു 1.5 എടുപ്പാണ് എടുത്തിരിക്കണത്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ പലരും എന്നെ വഴിക്കൊക്കെ വെച്ച് കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുമ്പോൾ പ്രാർത്ഥിക്കാതെ പോകണം? എന്താണ് എൻ്റെ നിങ്ങൾ ദൈവമായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലല്ലോ ആ സമയത്ത് തിരക്കിലേ. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ പറയും. കറക്റ്റ് ചെയ്യണമെങ്കിൽ ദൈവസ്നേഹം വേണ്ടേ? ചുമ്മാ എന്തെങ്കിലും കാട്ടിക്കുട്ടിയാൻ പറയും, ദൈവസ്നേഹം വേണം അത് കറക്റ്റ് ചെയ്യാൻ. അപ്പോൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആവശ്യം അവിടെ ഇല്ല, എൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാത്തവരാണ് പെട്ടെന്ന് അച്ഛനെ കണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ സഹായിക്കാൻ വേണ്ടി ഇടിച്ചു തല്ലി വരണത്. അപ്പോൾ നമുക്കത് ഡൗട്ടാണ്, ഡൗട്ടാണ്. പക്ഷേ എനിക്ക് രോഗികൾ ഇപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു ഡയാലിസിസ് രോഗിയൊക്കെ ഉണ്ട്. 10-20 പേരുണ്ടായിരുന്നു. ആ ഡയാലിസിസ് രോഗിയെ മാത്രം പ്രാർത്ഥിച്ചു. എന്താ കാര്യം? അവർ എമർജൻസിയിലുള്ളതാണ്, എമർജൻസി കേസ്. ആ കേസ് ഇപ്പോൾ എനിക്ക് എമർജൻസി കേസ് എടുക്കുമ്പോൾ എടുക്കും, വേറെ ഒന്നും ചോദിക്കത്തില്ല. അല്ല വേറെ വല്ലതും വേണമെങ്കിൽ ഞാൻ പറഞ്ഞു ഉടമ്പടി റെഫ്റ്റ് ചെയ്യാൻ പറയും. കാര്യം വെച്ചാൽ നമ്മുടെ മുമ്പിൽ സത്യസന്ധമായ ഇത്രയും വലിയൊരു ദൈവികമായ പദ്ധതി കിടക്കുമ്പോഴേ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു വ്യക്തി കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ദൈവസ്നേഹമില്ലാത്തവരും വിശ്വാസമില്ലാത്തവരും കർത്താവിന് കാൽക്കാശ് ഗുണമില്ലാത്തവരാണ്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാത്തവരാണ്. ദൈവത്തിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാത്തവരാ. വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം? ദൈവം എന്നെപ്പോൾ ഒരാളെ അഭിഷേകിച്ച് ഇവിടെ നിർത്തിയതിന് ദൈവത്തിന് എന്തുമാത്രം മുടക്കാനുള്ളത്? അപ്പോൾ കഴിയുന്നതിനെയാത് ഒരു മനുഷ്യൻ ദൈവത്തെ അനുഭവിച്ചിട്ട് അവന് തോന്നിയ പോലെ ജീവിക്കാൻ ഞാൻ തന്നെ വിളക്ക് കാണിക്കണത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ കാണത്തില്ല. ഞാൻ നിങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞു, ഉടമ്പടി എടുത്ത് റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞു. കാര്യം ഇത് നമ്മൾ പറയുന്ന 6 കാര്യങ്ങളല്ല, ഉടമ്പടിയിൽ 6 കാര്യങ്ങളല്ല, നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളും നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരും. ഇപ്പോൾ ഇവരുടെ പ്രശ്നം എന്താ? ഇവർ പോയി ഇൻ്റർവ്യൂവിന്, ഇപ്പോൾ ലിഡിയ പോയി ഇൻ്റർവ്യൂ ചെയ്തു. പിറ്റേ ദിവസം പേടിച്ചും തല്ലും വിറച്ചും വേർത്തും ഒക്കെയാണ്. ഇവർക്കൊന്നും അറിയത്തില്ല, നല്ല ടച്ച് വിട്ട് പോയിരിക്കുകയാണ് പ്രൊഫഷനോട്. അപ്പുറത്താണ് ഇരിക്കണമെങ്കിൽ ഒരു സായിപ്പാണ് ഇരിക്കണത്. അയാൾ പറയണമെന്ന് ഇവർക്ക് മനസ്സിലാകണില്ല, ഇവൾ പറയണമെന്ന് അയാൾക്ക് മനസ്സിലാകണില്ല. അത് ഇൻ്റർവ്യൂ വിളിച്ചില്ലേ, അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് സീറോ മെരിറ്റാണ്. ഒരു മെരിറ്റും ഇല്ല.
ഞാൻ എപ്പോഴും നിങ്ങളോട് പറയത്തില്ലേ നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയത്തില്ലേ, അത് ഉടമ്പടി വചനമാണ്. നോട്ട് ബൈ മെറിറ്റ്. നിങ്ങളുടെ മെറിറ്റിലല്ല ഇത് വർക്ക് ചെയ്യണത്, നിങ്ങളുടെ സീറോ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യണത്. പക്ഷേ ഇവിടെ ഉടമ്പടി ഡിസാസ്ട്രസ് ദുരന്തമായി മാറി. കാര്യം സംസാരിക്കാൻ പറ്റണില്ല, അയാൾ പറഞ്ഞ ഇങ്ങോട്ട് മനസ്സാണില്ല, ഇവിടെ പറഞ്ഞ അങ്ങോട്ട് മനസ്സാണില്ല. ഉടമ്പടി കുളമായി, ശരിക്കും ഉടമ്പടിയല്ല, ഈ ഇൻ്റർവ്യൂ കുളമായി. പക്ഷേ ഇവളെല്ലാം തകർന്ന് തരിപ്പണമായി വിഷമിച്ചിരിക്കുമ്പോൾ രാത്രി ഈ സായിപ്പ് വിളിക്കും, യു ആർ സെലക്ടഡ് എന്ന് പറയും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഉടമ്പടിയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവസ്നേഹത്തിന് നന്ദി പറയുന്നു. പ്രഭാഷകം 36:8 ശ്രുതികട ഹല്ലേലൂയ. കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. ഇപ്പൊ കാലത്തെ തുരുപ്പിക്കുക എന്നുള്ളത് വാഗ്ദാനമാണ്. കാലത്തെ തുരുപ്പിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം. ഇപ്പം സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേന്ന് 2 കൊരിന്ത്യർ 1:20 പറഞ്ഞില്ലേ. ഇപ്പം എന്താ പറയണത്? പ്രഭാഷകൻ എന്താ പറയണത്? 36:8 വാഗ്ദാനം അനുസരിച്ചാ പറഞ്ഞ്, വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ തുരുപ്പിക്കണമേ, അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ. അതാണ്, അതായത് സമയത്തെ ചുരുക്കണമെന്നർത്ഥം. ഷോർട്ടണിങ്, ടൈം ഷോർട്ടണിങ് എന്ന് പറയുന്നതാണ്. ടൈം ഷോർട്ടണിങ് ഇവിടെ മാത്രമല്ല വന്നിരിക്കുന്നത്. അതായത് സങ്കീർത്തനം 81:13 ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 81-ാം സങ്കീർത്തനം 13-14 തിരുവചനങ്ങൾ. എന്റെ ജനം എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, ഇസ്രായേൽ എന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ, അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അവരുടെ ശത്രുക്കൾക്കെതിരെ എന്റെ കരം ഉയർത്തുമായിരുന്നു. അപ്പോൾ വാക്ക് കേട്ടിരുന്നെങ്കിൽ, അതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ, അവൻ പറയണ പോലെ ചെയ്തിരുന്നെങ്കിൽ. അപ്പം അവൻ പറയണ പോലെ ചെയ്യുക, അതുപോലെ തന്നെ കവനൻ്റെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് എന്ത് പറ്റുക? അതിവേഗം. നോക്കിയാൽ അതെ, ആ വാക്ക് ശരിയല്ലേ? അപ്പോൾ പ്രഭാഷകൻ്റെ അല്ല സങ്കീർത്തനം 83:13 ഒന്ന് വായിച്ചേ. 81:13 ഒന്ന് വായിച്ചേ. 81:14 അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു. അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു. അതായത് വാക്ക് കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക. ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. ഇപ്പം ഇന്നലെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഉടമ്പടി സിൽവർ ഗ്രേ ഇറങ്ങിയിട്ടുണ്ട്. സിൽവർ ഗ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവിൻ്റെ തിളങ്ങുന്ന കളറുള്ള പേപ്പറാണ് ഉടമ്പടി. അതെന്താ? 4-ാം കൊല്ലമാണ് ഉടമ്പടി. ആൾക്കാർ 4-ാം കൊല്ലം ജീവിക്കുക. അവരുടെ അച്ഛനെ കാണാമെന്ന് ചോദിച്ചു, നിങ്ങൾ ചോദിച്ചു നോക്കിയേ, വേണ്ടെന്ന് പറയും അവർ. ഞങ്ങൾക്ക് ഉടമ്പടി ജീവിക്കുമ്പോൾ ദൈവം വേണ്ട കാര്യം ചെയ്യുന്നുണ്ട്, എമർജൻസി ഒന്നും ഇല്ലെന്ന്. അതാണ്. അപ്പോൾ ഉടമ്പടിയുടെ പച്ചപ്പേപ്പർ എടുത്തുകൊണ്ട് ഇതിന് ചുറ്റും വലം വെക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഒരു പരിപാടി ചെയ്തിട്ടില്ല. പത്രം അങ്ങോട്ട് വെച്ച പത്രം പോലും മറന്നു പോയിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. അതായത് ഉടമ്പടി ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു തീരുമാനവും ഒരു ഇച്ഛാശക്തിയുമാണ്. അതല്ല ദൈവം പറയും, ഇസ്രായേൽ എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, അതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അതിവേഗം അവരുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുമായിരുന്നു. എന്ത് ശത്രു ആയാലും നമുക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ ഓപ്പോസിറ്റായിട്ട് എതിരെ വരുന്ന എല്ലാ ശക്തികളെയും ദൈവം അതിവേഗമെന്നാണ്. അതിവേഗം. അപ്പോൾ ടൈം ഷോർട്ടണിങ് എന്ന് പറയണത് ഉടമ്പടിയുടെ ഒരു ഇഫക്റ്റാണത്. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റനിങ് എന്ന സംഭവമുണ്ട്. ലൈറ്റ് വെയ്റ്റനിങ് ഇപ്പോൾ ഇവരുടെ ഈ സാക്ഷ്യം തന്നെ എടുത്താൽ മതി, അതിൻ്റെ അകത്ത് ലൈറ്റ് വെയ്റ്റനിങ് ഇല്ലേ. ഇപ്പം അമ്മിണി സ്ത്രീൻ്റെ സാക്ഷ്യം എടുക്കാം. എന്താ കാര്യം? അതായത് ഇപ്പോൾ 14 ജില്ലകളിൽ പത്രം കൊണ്ടുപോയ ചേച്ചിയുടെ സാക്ഷ്യമില്ല, പാലക്കാടുകാരത്തി. നമുക്ക് ഒരു 14 വീട്ടിൽ കൊണ്ടേ പത്രം കൊടുക്കാൻ പറ്റണില്ല ചില ആൾക്കാർക്ക്, ഭാരമാണ് അവർക്ക്. ഇപ്പം ഈ 14 ജില്ലകളിൽ 14 കെട്ട് പത്രം വെച്ച് 2-3 പാല് ഉടുപ്പ് എടുത്തുകൊണ്ട് ഓരോ ബസ്സൊക്കെ കയറി നടക്കണത്. അവർ സിമ്പിളായിട്ട് ചെയ്യണത്, അവർക്ക് അഭിഷേകത്തിലാണത് ചെയ്യണത്. അഭിഷേകത്തിൽ ചെയ്യണം. അപ്പോൾ അവരുടെ ഭാരം കുറഞ്ഞ് പാരലഘുത്വം വരണത് ദൈവസ്നേഹം നിറയുമ്പോൾ അഭിഷേകത്തിലാണത് ചെയ്യണത്. 14 വീട്ടിൽ നമുക്ക് പത്രം കൊടുക്കാൻ പറ്റാത്തവരുമ്പോൾ നമ്മൾ വാദപ്പനിക്കാരെ പോലെ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത്, അയ്യോ ആ വീട് കുറേ അകലെയാണല്ലോ, എങ്ങനെ പോകും, നാളെ പോയാൽ മതിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദപ്പനിക്കാർ ഉടമ്പെടുത്തിട്ടുണ്ടല്ലോ.
അതാ സംഭവം. പക്ഷേ ഇത് 14 ജില്ലകളിൽ പോകണേ. 14 ജില്ലകളിൽ പുഷ്പം പോലെ ബസ്സിൽ കയറി, അടുത്ത ബസ്സിൽ കയറി അവിടെ കൊടുത്ത് ഇടുക്കിയിൽ നിന്ന് മലപ്പുറത്ത് വന്ന്, മലപ്പുറത്ത് നിന്ന് കണ്ണൂർ വന്ന്, കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ വന്ന്, എന്തൊരു കൊടുപ്പാണ് കൊടുത്ത് കളഞ്ഞത്. അതെന്താണ്? ഭയങ്കര ഹൈ ടെമ്പർ ഹോളി സ്പിരിറ്റിൽ അഭിഷേകമാണ്. എൻ്റെ മുഖം മധുരമാണെന്ന് ഈശോ പറഞ്ഞില്ലേ? ദൈവം ഉടമ്പടിയുടെ ഭാരങ്ങൾ ലഘുവായിട്ട് തോന്നുന്ന സ്ഥലത്ത് ഉടമ്പടി അഭിഷേകമായിട്ട് മാറും. 11:30 മത്തായിയുടെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 11:30. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഈ ചുമട്, ഉടമ്പടിയുടെ ചുമട് ഒരു ഭാരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. അത് ലഘുവായിട്ട് തോന്നുന്നത് ദൈവസ്നേഹം അഭിഷേകമായി ലഭിച്ചു കഴിയുമ്പോൾ അവർ ഈസിയായിട്ട് അത് ചെയ്യാം, ഈസിയായിട്ട് ചെയ്യാം. അപ്പോഴന്നെ ഈസിയായിട്ട് ആർക്കും ഉടമ്പടിയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടതാണ്, പരിശുദ്ധാത്മ നിങ്ങൾ നിറഞ്ഞിട്ട് ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. ഉടമ്പടി ഉത്തരവാദിത്തം അറിയാൻ അഭിഷേകം. അപ്പം നിങ്ങൾക്ക് ഇല്ലാത്തവർ ആ രോഗം മനസ്സിലാക്കിയിട്ട് വേണം മരുന്ന് കഴിക്കാൻ. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ദൈവസ്നേഹമില്ലാത്തതാണ് പ്രശ്നം. ദൈവസ്നേഹമില്ലാത്തതാണ് പ്രശ്നം. അഭിഷേകം കിട്ടാത്തതാണ് പ്രശ്നം. അപ്പോൾ ഉടമ്പടി എടുക്കുന്നവർ ആ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഭിഷേകം മറ്റത് ചെയ്യാനുള്ള അഭിഷേകം മേടിക്കുകയാണ് ഈ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അഭിഷേകത്തോടെ പാരലഘുത്വം പ്രാപിച്ചുകൊണ്ട് ഉടമ്പടി ഉത്തരവാദിത്തം നിറവേറ്റുവാൻ പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. അതേന്ന് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെന്താ നിങ്ങൾ ഇപ്പോൾ ഈ ലിഡിയയുടെ സാക്ഷ്യം എടുത്തേ. ലിഡിയയുടെ സാക്ഷ്യത്തിൽ എന്താ സംഭവിക്കുന്നത്? അധ്വാനിക്കാത്ത അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല, ചെയ്തതെല്ലാം മുഴുവൻ ദുരന്തമായി പോയി ഇല്ലേ? പക്ഷേ ജോലി അവൾക്ക് കിട്ടി. അതിൻ്റെ വകുപ്പാ അത് ജോഷുവ 24:13 അനുസരിച്ചാണ്. എന്താ കാര്യം? നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും പിന്നെന്താണ് എഴുതിയിരിക്കണത്? പണിയാത്ത പട്ടണങ്ങളും. മനസ്സിലായി? ഇവള് ഒന്നും ചെയ്തിട്ടില്ല, അവൾക്ക് ഗ്യാപ്പ് അടിച്ചിരിക്കുക. അതായത് ആ ടച്ച് വിട്ടുപോയി പ്രൊഫഷനുമായിട്ട്. പെട്ടെന്ന് നേരത്തെ സമയത്ത് വന്ന ഇൻ്റർവ്യൂ ആണ്, വന്ന സായിപ്പാണ്, പറയണ മനസ്സാകണില്ല, കേൾക്കണ മനസ്സാകണില്ല, ഒന്നും മനസ്സാകണില്ല. 0 മെറിറ്റ്. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും പണിയാത്ത പട്ടണങ്ങളും. രാത്രി വിളിച്ച് പറയും നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കണമെന്ന്. അതാണ് അഭിഷേകം എന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പൊ ചില സമയത്തുണ്ടല്ലോ, ചില സമയത്ത് അച്ഛൻ എൻ്റെ മക്കളോട് പറയണം, ഉടമ്പടി ഇരിക്കുന്നവരോട് ഞാൻ പറയണതാണ്, ചില സമയത്ത് നമ്മൾക്ക് കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചില ആൾക്കാർ നിർത്തിക്കളയും. എന്താ കാര്യത്തിൽ വെച്ചാൽ വീട്ടിലെ അമ്മായിയപ്പന് രോഗം, അത് അമ്മായിയപ്പനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഉടനെ നാത്ത് എൻ്റെ കൊച്ചിനെ സൈക്കിളിൽ നിന്ന് വീണ് ഇല്ലേ, അതെല്ലാം കഴിഞ്ഞ് അത് ഭർത്താവ് കുടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ കണ്ണക്കുറ്റിക്കിട്ട് കാച്ചി ആകെപ്പാടെ കുളമായി, മൊത്തം കുളമായി. ഭയങ്കര പരീക്ഷണം, എല്ലാവർക്കും ഉണ്ട് പരീക്ഷണം. ഉടമ്പടി എടുക്കുമ്പോഴും ഉണ്ട്, ഇല്ലെങ്കിലും ഉടമ്പടി എടുക്കാതിരുന്നാലും ഉണ്ട്. ജീവിതത്തിൻ്റെതായിട്ടുള്ള പരീക്ഷണങ്ങളുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളെ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ശ്വാസം മുട്ടൽ രോഗമുണ്ട് ഇല്ലേ, എനിക്ക് ഫാൻ കുറച്ച് നേരം കടിക്കുമ്പോൾ ശരീരം ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. ഏത് സമയത്തായാലും കിഡ്നിയുടെ അസുഖമുണ്ട്. പല ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ല. പക്ഷേ എന്താ പ്രശ്നം? ഇത് ശുശ്രൂഷകളെ ഇതൊന്നും ബാധിക്കത്തില്ല. ഞാൻ കർത്താവെന്നും പറഞ്ഞ് 4 വയസ്സ് മുതൽ നടക്കുന്ന ആളാണ്. 4 വയസ്സ് മുതൽ നടക്കുന്ന ആളാണ്. അല്ലാതെ അച്ഛനായത് കൊണ്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിരിക്കണമല്ല. 4 വയസ്സ് മുതൽ
എല്ലാ വീട്ടിലൊക്കെ പോയി. ഇപ്പോൾ മെയ് മാസം വണക്കമാണ്. മെയ് മാസം വണക്കത്തിൽ ഞാൻ 8ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ അവിടെ അയൽവാസികളുടെ വീട്ടിലൊക്കെ മാതാവിൻ്റെ വണക്കമില്ലാത്ത വീട്ടിലൊക്കെ പോയി വണക്കം ചൊല്ലിക്കൊടുക്കും. അപ്പോൾ ഞാനാണ് അവിടെ പഠിച്ചിട്ടിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാൾ. അതുകൊണ്ട് 8ാം ക്ലാസ് വെച്ച് എല്ലാ വീട്ടിലും പോയി 2-3 വീട്ടിൽ സ്ഥിരം പോയി വണക്കം നടത്തി കൊടുക്കും 1 മാസം മുഴുവനും. അപ്പം അന്ന് പോലെ കർത്താവിൻ്റെ ജോലിയുള്ള ആളാണ്. അപ്പോൾ എന്താ ഞാൻ പറയണത്, ഇങ്ങനെ അന്ന് പോലെ ചെയ്തെങ്കിലും എൻ്റെ ജീവിത അവസ്ഥകളിൽ നിന്ന് കർത്താവ് ഭൗതികമായ ഒരു ആനുകൂല്യമോ സ്വസ്ഥതയോ സമാധാനമോ പ്രത്യേകമായി എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനൊക്കെ ഡിസ്റ്റർബ്ഡ് അല്ല. എന്താ കാര്യം, എനിക്ക് കർത്താവിനെ അറിയാം, ശുശ്രൂഷ എന്താണെന്നറിയാം. അപ്പോസ്തലന്മാർക്ക് കൊടുക്കാത്തത് എങ്ങനെയാണ് ഞാൻ ചോദിക്കണത്? ഇങ്ങനെയുള്ള ക്ലേശകരമായ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശുശ്രൂഷ വിട്ട് കഴിഞ്ഞിട്ട് പാമ്പിനെ പോലെ എവിടെയെങ്കിലും ചുറ്റും അയ്യോ ഞാൻ ഈ ഉടമ്പടി മുഴുവൻ എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ച ഉടമ്പടി എടുക്കാത്തവരെല്ലാം കാനഡയിൽ പോയതെന്ന് പറഞ്ഞ് ചുമ്മാ എന്നാൽ ഒരു ചെമ്പരത്തി കൂടി മേടിച്ച് തല വെച്ചുകൊണ്ട് നടക്കുക. എൻ്റെ മക്കളെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത്? ഓക്കെ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ആക്ട്സ് നടപടി പുസ്തകം 20:19 നടപടി 20:19. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:19 പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടും കൂടി ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. അത് ആ വചനം ഒരിക്കലും മറന്നു പോകരുത്. അതിങ്ങനെ വലിയ അക്ഷരത്തിൽ വല്ല അടുക്കളയിൽ ഒട്ടിച്ച് വെക്കണം. അത് എന്താ കാര്യം എന്നറിയാം, കർത്താവിനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കടലിലെ തിരകളെല്ലാം ഒഴിഞ്ഞ് ഇപ്പം നമ്മൾ എണ്ണയും തേച്ച് തീരത്ത് പോയി നിൽക്കുകയാണ്. രാവിലെ നിൽപ്പുണ്ട് അവിടെ ഒരുത്തൻ എണ്ണയും തേച്ചുണ്ട്. അവനോട് അപ്പോൾ ഒരുത്തൻ അവിടെ നടന്നു പോയാണ്. അപ്പോൾ എന്താണ് നിൽക്കണം? ഞാൻ കുളിക്കാൻ നിൽക്കുകയാണ്. ശരി, ഉച്ചക്ക് വരുമ്പോൾ ആൾ അങ്ങോട്ട് പോയി ആൾ തിരിച്ചു വരുമ്പോഴും കടലിലോട്ട് നോക്കി ഇവരിങ്ങനെ എണ്ണയും തേച്ച് നിൽക്കുകയാണ്. എന്താണ്ടാ നിൽക്കണത്? കുളിക്കാൻ നിൽക്കണം. എന്നിട്ട് കുളിക്കാൻ രാവിലെ നിൽക്കണ ആളല്ല, നീ എന്താ കുളിക്കാത്ത? അല്ല, തിര ഒന്ന് ഒഴിഞ്ഞിട്ട് കുളിക്കാൻ നിൽക്കണമെന്ന്. കടലിൽ ഇപ്പോൾ അല്ല പാട്ടിൽ കടലിലെ തിര ഒഴിഞ്ഞിട്ട് കുളിക്കാൻ പറ്റുക? ജീവിതത്തിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് പ്രേക്ഷിത പ്രവർത്തനം നടക്കുക? നെവർ, ഒരിക്കലും നടക്കത്തില്ല. അതാണ് സെൻറ്റ് പോൾ പറയണത്, യഹൂദന്മാർ എന്നെ തുണി ഉരിഞ്ഞെടുത്ത ആൾക്കാരാണ്. യഹൂദന്മാരെയും മനുഷ്യരെ എന്തെല്ലാം ചെയ്യുന്നറിയാമോ? കിട്ടണ വടനെ വെച്ച് തല്ലിയിട്ടുണ്ട് ഈ പൗലോസ് അപ്പോസ്തലനെ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ മനുഷ്യനോട് പറയണത് നീ എഫേസൂസിൽ പോകണ്ട, ജെറുസലേമിലേക്ക് പോകാൻ. അപ്പോൾ ജെറുസലേമിലേക്ക് പോകുമ്പോൾ അവർക്ക് അവിടെ പോയി പൊട്ടടിക്കാനല്ല, അവിടെ കാത്തിരിപ്പുണ്ടെന്ന്. പീഡനങ്ങളാണ് അവിടെ കാത്തിരിക്കണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എനിക്ക് അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്താണ് 20:11 വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. എല്ലാവരും നടപടി പുസ്തകം വായിച്ചോളൂ. വായിച്ച മക്കളെ. പൂർണ്ണ വിനയത്തോടും കണ്ണീരോടും കൂടെ യഹൂദന്മാരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോട് ചേർന്ന് ഞാൻ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു. പരീക്ഷണങ്ങൾ ഉള്ളപ്പോൾ ആ പരീക്ഷകളോട് ചേർന്നാണ് കർത്താവിനെ ശുശ്രൂഷ ചെയ്യണത്. ചിലപ്പോൾ ഭർത്താവ് വന്ന് വെള്ളം ഒഴിച്ച് നിങ്ങളെ തന്തയ്ക്ക് വിളിച്ച് കാണും, പക്ഷെ കുഴപ്പമില്ല. അത് ദൈവത്തിന് അങ്ങോട്ട് കൊടുത്തിട്ട് നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. അത്രേ ഉള്ള കാര്യം. അല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായത്, പെട്ടെന്ന് മദ്യപാനം നിന്ന് നമ്മൾ ഈ ഹെയർ ബ്രേക്ക് പോലെ ഒരു മനുഷ്യൻ്റെ മദ്യപാനം നിന്ന് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. എന്താ കാര്യത്തിലറിയാമോ? ആ ചേട്ടത്തി ഒന്നും ഏൺ ചെയ്തില്ലല്ലോ. ഭർത്താവിൻ്റെ മദ്യപാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നലത്തെ സാക്ഷ്യമാണ്. മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. 47 കൊല്ലം പരിചയമുള്ള നിലവിലുള്ള മദ്യപാനമാണ്. അതിങ്ങനെ എയർ ബ്രേക്ക് പോലെ അങ്ങ് നിന്നുപോയി. പക്ഷേ എന്താ പറ്റി? ഒന്ന് മദ്യപാനം നിന്ന് കള്ളുകൂടി മാറി കാശ് കിട്ടി ചേട്ടത്തിക്ക് സാരി മേടിക്കാവുന്നല്ലാതെ വേറെ കഥ ഒന്നും ഇതിൻ്റെത്തില്ല. ആത്മാവിന് വേണ്ടുന്ന ഒരു കാര്യവും എടുക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. ഇപ്പം ഞങ്ങളെപ്പോലെയുള്ളവർക്കുള്ള ഗുണം എന്താണ്?
ഈ രോഗങ്ങൾ വെച്ചുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുമ്പോഴും ആത്മാവിൽ ഒരുങ്ങാനും അനുതാപത്തോടെ ജീവിക്കാനും വിശുദ്ധിയിൽ ഒരുങ്ങാനും, അത് പെട്ടെന്ന് വന്ന് നമ്മളെങ്ങനെയും ജീവിച്ച് വണ്ടി ഇടിച്ച് മരിച്ചു പോയാൽ കർത്താവിൻ്റെ അടുത്ത് എത്തുക നമ്മൾ? എത്തത്തില്ല, ഒരിക്കലും എത്തത്തില്ല. അപ്പോൾ ഒരു രോഗം വരണമെന്നൊക്കെ പറഞ്ഞൊരു അനുഗ്രഹമാണ് ശരിക്കും. വന്നാൽ നമുക്കതനുസരിച്ച് ഒരുങ്ങാനുള്ളൊരു സമയം നമുക്ക് കിട്ടും. അപ്പോൾ ദൈവസ്നേഹമുള്ള മക്കൾ ദൈവത്തോട് നന്ദി പറയും. പരിപാലനയുടെ ഭാഗമായിട്ട് കിട്ടിയതാണല്ലോ എന്ന് ഓർത്തിട്ട് നീ ഒരുങ്ങുക എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തോട് നമ്മൾ നന്ദി പറയും. അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു രോഗം ഉണ്ടെങ്കിൽ ആ രോഗം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത്. അതാണ് യഹൂദന്മാരെന്നെ പറിച്ചുകീറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ അവരെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പരീക്ഷണമാണ്. ആ പരീക്ഷണത്തോടു കൂടിയാണ് ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തതെന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങന്റെ കാര്യത്തിൽ ഇടപെടുന്നവരെ, രോഗമായാലും കടമായാലും, ജോലിയില്ലാത്ത അവസ്ഥയായാലും, സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയായാലും, എന്റെ പരീക്ഷണങ്ങൾ എന്ത് തന്നെയായാലും നടപടി 20:11 അനുസരിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ എന്റെ പരീക്ഷണങ്ങളിലൂടെ ദൈവസ്നേഹത്തോടെ ദൈവവിശ്വാസത്തോടെ അങ്ങയെ പരിചരിക്കുവാൻ, ദൈവവേല ചെയ്യുവാൻ എനിക്ക് ശിഷ്യനെ അടുത്ത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ. സമയങ്ങളിൽ ആത്മാവിൽ ജ്വലിച്ച് ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ 23:5. ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. ഇതാണ്, ഇതൊരു പ്രവചനമാണ്, വാഗ്ദാനമാണ്. എന്താണ്? ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ. ഈശോയെക്കുറിച്ച് പറഞ്ഞതാണ്. രക്ഷകനെ കുറിച്ചുള്ള ഇമ്മാനുവൽ പ്രവചനങ്ങളുടെ ഒരു ഭാഗമാണിത്. ഇതൊരു പ്രവചനമാണ്. ഈ പ്രവചനം ഒരു വാഗ്ദാനമാണ്. വാഗ്ദാനം ഒരു കവനന്റിൻ്റെ ഭാഗമാണ്. ഞാൻ കവനന്റിൻ്റെ ബലത്തെക്കുറിച്ച് പറയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഉടമ്പടിയുടെ ബലത്തെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഉടമ്പടിയുടെ ബലമെന്ന് പറയണത് അതിൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ദൈവം വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ ഏത് വേരിൽ നിന്നാണെങ്കിൽ പോലും ശാഖ മുളക്കും. ഐസയ 11:5. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഐസയ 11:5. ശ്രദ്ധിക്കട്ടെ. യേശയ്യ 11:5. നീതിയും 11:1 ജസ്സയുടെ കുറ്റിയിൽ നിന്ന് നിന്ന് ഒരു മുള കിളിർത്തു വരും. അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോനെ കുറിച്ച് പറയണതാണ്. ഈശോനെ കുറിച്ച് പറയുന്ന ഈ ഐസയ പ്രവചനം 11:1 എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. 23:5 ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ജെറമിയായുടെ. അതായത് ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ നീ ഒരു വേര് മാത്രമാണെങ്കിൽ, തായ്തടിയൊന്നുമില്ല, ശാഖയുമില്ല, സഹായിക്കാനും ആരുമില്ല, നോക്കാനും തിരക്കാനും ഒന്നുമില്ല, വിശ്വാസത്തിൻ്റെ ഒരു വേര് മാത്രം നിൻ്റെ ഉള്ളിലുണ്ട്. ആ വിശ്വാസമാണ് വാഗ്ദാനങ്ങളെ വിശ്വസിക്കണത്. ആ വിശ്വാസത്തിൻ്റെ വേര് തന്നെയാണ് ഉടമ്പടി പ്രകാരം നിന്റെ ജീവിതത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനം കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ സ്നേഹരാജനേ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളെ, ഒരു കവനൻ്റെ ഒരു നേച്ചറാണ്. അതായത് തായത്തടിയൊന്നും വേണ്ട, ശാഖയൊന്നും വേണ്ട, ഒരു വേരുണ്ടായാൽ മതി. കവനൻ്റെ ആ വേരിൽ നിന്ന് നിൻ്റെ കുടുംബത്തെ കർത്താവ് ഉയർത്തിക്കൊണ്ടുവരും. ഒരു വിശ്വാസത്തിൻ്റെ വേര്, അല്ലെങ്കിൽ ചെറിയൊരു സാധ്യത, നീ അത് ഉപേക്ഷിച്ച് കളഞ്ഞതാകാം. ഇപ്പം 13 വർഷമായിട്ട് ജോലിയില്ലാതെ ഇരിക്കുന്ന ആൾക്കാരില്ലേ. പക്ഷെ കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഒറ്റ ഉടമ്പടിയിൽ അവരുടെ ജീവിതം മുഴുവനും, ഈ 13 കൊല്ലത്തെ ജീവിതം. ഇപ്പം ചിലർ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ തന്നെ മനസ്സുകൊണ്ട് ദൈവത്തോട് നന്ദി പറയും. എന്താ കാര്യത്തിൽ അവർ എല്ലാം ചെയ്ത ആൾക്കാരാണ്. എന്താണ്, അവർ ട്രീറ്റ്മെൻറ്റിന് പോയി, മക്കളില്ല, IUI എടുത്തു, മക്കളില്ല, IUF എടുത്ത്, മക്കളില്ല, ഇനി ഉണ്ടാവത്തെന്ന് ഡോക്ടർ പറഞ്ഞു, കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചിലരോട് ചോദിക്കുമേ, യൂട്രസ് എടുത്ത് മാറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞാൽ യൂട്രസ് ഉണ്ടാച്ചാന്ന് പറയും. അതാണ് വേരെന്ന് പറയണത്. IUI എടുത്ത്, IVF എടുത്ത്, പക്ഷേ അതേസമയം തന്നെ മക്കളുണ്ടാകത്തില്ല, ഭർത്താവിന് ബീജത്തിന് ഓട്ടമില്ല, അതുപോലെ തന്നെ കൗണ്ടില്ല, അതുപോലെ തന്നെ വൈഫിനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെയെങ്കിലും കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവ് നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. ആ വാഗ്ദാന പ്രകാരം എൻ്റെ മക്കളെ എന്തെങ്കിലും ഒരു സാധ്യത, നീ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയാണ് ജെസ്സയുടെ നിന്നെ സംബന്ധിച്ചുള്ള വേരെന്ന് പറയണത്. ആ വേരിൽ കർത്താവ് ശാഖ മുളപ്പിക്കും. അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. അത് ഉടമ്പടി നിവൃത്തിയാക്കുന്നതാണ്. നിന്നെ സാക്ഷ്യമാക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ശ്രുതികട്ടെ. ഇനി യോഹന്നാൻ 11:21 എടുത്ത വചനങ്ങൾ ശ്രുതികട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 21:5. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. 21:6 എടുത്തേ. അവൻ പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ആ വചനത്തിൻ്റെ ഘടന നോക്കണം. എന്താണ്? യേശു വെളുപ്പാൻ കാലത്ത് അപ്പോസ്തലന്മാരടുത്ത് വരികയാണ്. എന്നിട്ട് ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യും. കർത്താവിനറിയാമേ രാത്രിയാണ്, രാത്രി മുഴുവൻ അവർ പണിപ്പെട്ടതാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് വരണത്. അപ്പോൾ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? ജോലിയില്ലേ, വീടില്ലേ, വിവാഹം നടക്കണില്ലേ, കുഞ്ഞുങ്ങളില്ലേ, വീട്ടിൽ തല്ലാണ്, നിങ്ങൾ ഡൈവേഴ്സിലാണ്, ഡൈവേഴ്സ് ആകാൻ പോവുകയാണ്, അമ്മയമ്മയും നത്തിന് ഒരു സൈഡ് നിൽക്കണം, നിങ്ങളെ പുറത്താക്കാൻ പോവുകയാണ്. എല്ലാം കർത്താവിന് അറിയാം. എവരിത്തിങ് അറിയാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെല്ലാം ഈശോയ്ക്ക് അറിയാം. അപ്പം അറിഞ്ഞാലും ആ ഇല്ലായ്മയിൽ നിന്ന് ഒരു കൃപാസനം ഉണ്ടാക്കും ദൈവം. കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ഇരിപ്പിടത്തിലാണ് കൃപാസനം. സ്പേസ് ഓഫ് ഗോഡ്. ഒരു സ്പേസ് ഓഫ് ഗോഡ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഇല്ലായ്മയിൽ. അപ്പോൾ ഈശോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവരോട് ചോദിക്കണത് എന്താണ്? കുഞ്ഞുങ്ങളെ, മീൻ വല്ലതും ഉണ്ടോ? അപ്പോഴവരെന്താ പറയണത്? ഇല്ല. ഇല്ല എന്നുള്ള സിറ്റുവേഷൻ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ഈ ഇല്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതായത് ഇല്ലായ്മയെന്ന് ലോകം മുഴുവനും ഉണ്ടാക്കിയ ഒരു വചനം പ്രവർത്തിക്കാൻ പറ്റിയ പോസിറ്റീവ് ക്ലൈമറ്റാണത്. ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടുകാരില്ലെന്ന് പറഞ്ഞതല്ല, കൈ കാഴ്ചവെച്ചുകൊണ്ടില്ലെന്ന് പറയത്തില്ല, അതല്ല, കള്ളത്തരം അതല്ല. മറിച്ച് സത്യസന്ധമായിട്ട് ഇല്ല എന്നൊരു സിറ്റുവേഷനാണ് നിനക്കുണ്ടെങ്കിൽ അത് ഒരു ദൈവത്തിൻ്റെ ഒരു സ്പേസാണത്, സാധ്യത. അപ്പോൾ ഈശോ എന്താ പറയണത്? ഇല്ല എന്നവർ പറഞ്ഞില്ലേ? മീൻ വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന്. ഇപ്പം നിങ്ങളോട് ചോദിക്കും ജോലിയുണ്ടോ, മക്കളുണ്ടോ?
സമാധാനമുണ്ടോ? അപ്പോൾ നിങ്ങളെന്താ പറയാൻ പോണത്? എന്താ പറയാൻ പോണത്? ഇല്ല എന്ന് പറയും. ഇല്ല എന്ന് പറഞ്ഞാൽ ഈശോ ടെടാ ചോദിക്കും, വലതുവശം ഉണ്ടോ എന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ഇല്ല എന്ന് നിങ്ങൾ എന്തെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത ചോദ്യം എന്താണ്? വലതുവശമുണ്ടോ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വശമുണ്ടോ, വിശ്വാസത്തിൻ്റെ വശമുണ്ടോ, അതാ ചോദ്യം. ദൈവത്തിൻ്റെ വശമുണ്ടോ എന്ന് പറയുമ്പോൾ നിങ്ങളെന്ത് പറയണം? ഉണ്ടെന്ന് പറയണം. എന്നാൽ പിന്നെ കർത്താവ് പറയും അവിടെ വലയിറക്കാൻ പറയും. നിങ്ങൾ ഓർക്കണം, അപ്പോസ്തലന്മാർ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്താ ചിന്തിച്ചിരിക്കണത്? എന്താ കർത്താവ് അപ്പോസ്തലന്മാർ പറയണത്? രാത്രി മുഴുവനും സിറ്റുവേഷൻസ് അതാ. വെളുപ്പിനല്ലേ വരണത്, വെളുപ്പിനല്ലേ. നമ്മൾ ലൂക്ക 5:5 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. ലൂക്ക 5:5 ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. സിറ്റുവേഷൻ സെയിം. ലൂക്ക 5:5 രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാത്ത സിറ്റുവേഷൻ തന്നെയാണ് യോഹന്നാൻ 21:5 രാത്രി മുഴുവൻ അധ്വാനത്തിന് വെളുപ്പിനാണ് ഈശോ വരണത്. അപ്പോൾ അവർ പറയും രാത്രി മുഴുവൻ അധ്വാനത്തിന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത്രയും നാൾ പല പല ഓഫർ ലെറ്റർ വന്നു, പല പല ഇൻ്റർവ്യൂവിന് പോയി, പല പല പരീക്ഷയ്ക്ക് പോയി, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അത് പഴയ കഥയല്ല, പുതിയ കഥയാണത്. അപ്പോൾ ഈശോ ചോദിക്കുന്നത് എന്താണ്? വലതുവശം ഉണ്ടോ എന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ. വലതുവശം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വശമുണ്ടോ, വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വലതുവശത്ത് വലയിറക്കാൻ പറയും. അപ്പോൾ പത്രോസ് സ്രാങ്കല്ലേ, സ്രാങ്ക് പറയും ഒരു മീനും കാണാതെ എന്തിറക്കിറക്കാനാണെന്ന് ചോദിക്കും. പക്ഷേ പത്രോസ് ചോദിച്ചില്ല. കാര്യം എന്താണ്? മീനില്ലാത്തിടത്ത് കർത്താവ് വലയിറക്കാൻ പറഞ്ഞാൽ ഇറക്കാനുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ മീൻ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നിന്റെ ദൈവത്തിനാണ്. ശ്രുതികട ഹല്ലേലൂയ. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കിണറിന് ആൾക്കാർ ഈ സ്ഥാനം കാണത്തില്ലേ, വെള്ളം ഉണ്ടോ എന്ന് നോക്കത്തില്ലേ. അപ്പോൾ ഒരു തേങ്ങയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുമല്ലോ ചില ആൾക്കാർ. തേങ്ങ കറങ്ങണ കണ്ടില്ലേ? വെള്ളമുള്ള സ്ഥലത്ത് വരുമ്പോൾ തേങ്ങ കറങ്ങി ഈ മനുഷ്യനെ ഉരുട്ടി താഴെ ഇടും, വെള്ളമുള്ള കറണ്ടുള്ള സ്ഥലത്താണെങ്കിൽ അല്ലേ. അപ്പോഴേ അതുപോലെ തന്നെ അത് പണ്ട് പാരമ്പര്യപ്രകാരം വെള്ളം കാണുന്നൊരു പരിപാടിയാണ്. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ കിണറ് കുത്തത്തുള്ളൂ. പക്ഷേ വിശ്വാസമെന്ന് പറയുന്ന ചില സമയത്ത് ഇല്ലാത്ത വെള്ളത്തിൽ മുങ്ങണ പരിപാടിയാണ്. മീൻ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചില്ലേ? മീൻ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ അവരെന്താ പറഞ്ഞത്? ഇല്ല. എങ്ങനെ? രാത്രി മുഴുവൻ അധ്വാനത്തെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പിന്നെ എന്താ പറയണത്? പത്രോസ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. കവനൻ്റാണ്, ഉടമ്പടിയാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇനി എൻ്റെ അധ്വാനത്തിൻ്റെ വലതുവശം നോക്കുകയാണ്. വിശ്വാസത്തിൽ ഉടമ്പടി ഒരു വലതുവശത്ത്, മീൻ കാണാതെ വലതുവശത്ത് വലയിറക്കണ സൂത്രമാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതൊരു സാങ്കല്പികമായിട്ട് പറയണമല്ല. ഞാൻ സാങ്കല്പികമായിട്ട് പറയണമല്ല, ഞാൻ ജീവിക്കുന്ന ഒരു ജീവിതമാണത്. പണ്ട് എന്നോടൊരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞേ, അച്ഛാ സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പിന് കോൾ ഫോർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സീനിയർ ഫെലോഷിപ്പ് കേരളത്തിൽ 2 പേർക്ക് കിട്ടും. കേരളത്തിൽ 2 പേർക്ക്, എൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ 2 പേർക്ക് കിട്ടും സീനിയർ ഫെലോഷിപ്പ്. വെച്ച് കഴിഞ്ഞാൽ ഓരോ കൊല്ലം തോറും ഗവൺമെൻറ് സബ്ജക്റ്റ് മാറ്റും. അപ്പോൾ കൾച്ചറിൽ കിട്ടും, സയൻസിൽ കിട്ടും, മാത്തമാറ്റിക്സിൽ കിട്ടും, കോൺട്രിബ്യൂഷൻ ഉള്ളവർക്ക് കിട്ടും. കൾച്ചറിൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളവർ, മാത്തമാറ്റിക്സിൽ പുതിയ തിയറങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവർ, ഫിസിക്സിൽ പുതിയ സൊല്യൂഷൻ, കെമിസ്ട്രിയിൽ പുതിയ സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളവർ, അങ്ങനെ ഓരോ കോൺട്രിബ്യൂഷൻ ഉള്ളവർക്ക് സീനിയർ ഫെലോഷിപ്പ് കിട്ടും. കേന്ദ്ര ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പാണ്. അത് നമ്മുടെ ഒരു പ്രോജക്റ്റാണ്. 2.5 ലക്ഷം രൂപ കിട്ടും. നമ്മൾ പ്രോജക്റ്റ് എല്ലാ മാസവും ഡൽഹി സമർപ്പിക്കണം. അങ്ങനെ തിരഞ്ഞെടുത്ത അതൊരു കേരളത്തിൽ നിന്ന് മൊത്തം ഓരോ സ്റ്റേറ്റിന് പോരുന്നതാണ്. കേരളത്തിൽ നിന്നൊരു 10-100 പ്രോജക്റ്റുകളുണ്ടാകും. അപ്പോൾ ഞാൻ മനോരമ നോക്കിയപ്പോൾ ഫിസിക്സിനാണ് വിളിച്ചിരിക്കുന്നത് സീനിയർ ഫെലോഷിപ്പ്. എനിക്ക് ഫിസിക്സുമായിട്ടൊരു ബന്ധമില്ല. എനിക്ക് ബന്ധമുള്ളത് സാംസ്കാരിക കലാ പൈതൃകങ്ങളാണ്. അപ്പോൾ ഉടനെ ഫിസിക്സിന് വിളിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഫിസിക്സ് ഒന്നും അറിയാൻ പാടില്ല, എനിക്കറിയാവുന്ന സംഭവം ഇതാണ്.
ഈ സാംസ്കാരിക കലാപൈതൃകങ്ങൾക്ക് ഒരു എൻസൈക്ലോപ്പീഡിയ എഴുതണം. അപ്പോൾ എൻസൈക്ലോപ്പീഡിയ പ്രോജക്റ്റ് ഞാൻ വിടാൻ പോവുകയാണ്. ബാക്കിയുള്ള അമ്മ നോക്കാൻ പറയും. അപ്പോൾ നിങ്ങളാണ് വിടത്തില്ല. നിങ്ങളറിയാം ഇത് ബുദ്ധിയില്ലാത്ത പണിയല്ലേ. ഫിസിക്സിന് ചോദിക്കുക വല്ല മണ്ടന്മാരും ചവിട്ടുകാടത്തിന് വിടുക. ദാറ്റ് ഇസ് നോട്ട് സെൻസ്. പക്ഷേ എനിക്കത് സെൻസാണ്. കാര്യം ഞാൻ വിശ്വാസിയാണ്. എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് മീൻ കണ്ടിട്ടല്ല പറഞ്ഞത് വലതുവശത്ത്. കർത്താവ് പറഞ്ഞു ദേ മീൻ കാണുന്നത് അത് വലതുവശത്ത് വലയിടന്നാണ് പറഞ്ഞു. മീൻ കണ്ടില്ല. വലതുവശം കർത്താവ് പറഞ്ഞു ഇട്ടു. അവിടെ മീൻ കൊണ്ടുവരേണ്ട ചുമതല ആരുടേതാണ്? പറഞ്ഞവൻ്റെ ചുമതലയാണ്, നമ്മുടെ ചുമതല അല്ല. ഞാൻ ഫിസിക്സിന് പകരം ചവിട്ടുകാടത്തിന് പ്രൊജക്റ്റ് വിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് പ്രഖ്യാപിച്ചു. പാലക്കാടത്തെ ഒരു ആളിനും എനിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ 10-17 വർഷം ആ പ്രോജക്റ്റ് 5 കൊല്ലം 2 കൊല്ലം കൊണ്ട് ഞാൻ തീർത്തു കൊടുത്തെങ്കിലും അതിൻ്റെ ബാക്കി വർക്കുകൾ കേരളം മുഴുവൻ ചുറ്റി നടന്ന് ചെയ്യണമെങ്കിൽ എനിക്ക് 10-14 കൊല്ലം വേണ്ടി വന്നു. ഞാൻ ചെയ്തു. അത് കേരള ഫോക്ലോർ അക്കാഡമി പ്രസൻറ്റ് ചെയ്തു. അവരത് എൻസൈക്ലോപ്പീഡിയ പ്രസിദ്ധീകരിച്ചു. അത് കേരള സാഹിത്യ അക്കാദമി വാങ്ങിച്ചിട്ട് എനിക്ക് ഈ 3 വർഷത്തെ ഏറ്റവും നല്ല ബുക്കിനുള്ള അവാർഡ് കേരള സാഹിത്യ അക്കാദമി തന്നു. അപ്പോൾ അതെന്താ പ്രശ്നം? ഇത് അനുഭവമാണ്. വലതുവശം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊക്കെ അച്ഛൻ ആകാശത്തില്ല. വിശ്വാസം ഒരു ജീവിതമാണ്, ഒരു നിലപാടാണത്. കർത്താവ് വലതുവശത്ത് മീനിനെ കണ്ടിട്ടില്ല, അപ്പോസ്തലന്മാരെ കണ്ടിട്ടില്ല. വലയിറക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്. ബാക്കിയുള്ള കാര്യം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് നിനക്ക് ഗ്യാപ്പാണോ, നിന്നെ ആരും എടുക്കത്തില്ല, അല്ലെങ്കിൽ നിനക്കിനി പഠിക്കാൻ പറ്റത്തില്ല, നിനക്കൊരു വേരുണ്ടാ. നിൻ്റെ വിദ്യാഭ്യാസം കുലച്ച് നശിച്ച് നാറാണക്കല്ലും പറഞ്ഞിനി പഠിക്കാനുമില്ല, പഠിപ്പിക്കാനും ആളില്ലെന്ന് വിചാരിച്ചോ. പക്ഷേ വിശ്വാസത്തിനൊരു വേരുണ്ടെങ്കിൽ ഉടമ്പടി പ്രകാരം വേരിൽ നിന്ന് കർത്താവ് നിന്റെ ജീവിതം തളപ്പിച്ചെടുക്കുന്ന ദൈവമാണ് കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെ ദൈവം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എല്ലാവരും എഴുന്നേൽക്കുക. മൗനമായിട്ട് കുറച്ച് നേരം ഈശോയെ നോക്കി മാതാവിൻ്റെ മധ്യസ്ഥത്തിന് നിൻ്റെ ഉടമ്പടി വിശേഷം ഈശോയോട് പറയുക. പ്രേക്ഷിത പ്രവർത്തനം ദൈവസ്നേഹത്തിൽ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ മേഖല ദൈവസ്നേഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ജീവകാരുണ്യ പ്രവർത്തനം ദൈവസ്നേഹ വിശ്വാസമില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ മേഖല ദൈവസ്നേഹം നിറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഏതെങ്കിലും മേഖലകളിലെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങൾ അവഗണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, തിഷ്ഠതയില്ലാതെ അത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ തീയാൽ എന്നെ അഭിഷേകം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനം അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിന് കൃപാസനത്തിന് അൾത്താരയിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനയുടെ ബലത്താൽ ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളുടെ മുഴുവൻ വേദനകളെ ഈശോ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ ഏറ്റെടുക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടിയുടെ
എല്ലാ മക്കളെയും ഈ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഉടമ്പടി മുടങ്ങിപ്പോയവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ, പരീക്ഷണങ്ങളുടെ വേലിയേറ്റത്തിൽ ഉടമ്പടി വേണ്ടത്ര നിർവഹിക്കാൻ പറ്റാതെ വന്നിട്ടുള്ള എല്ലാ മക്കളെയും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അവർ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ സട്ടകുടഞ്ഞെഴുന്നേറ്റ് കർത്താവിനോട് ചെയ്ത വാഗ്ദാനങ്ങൾ പുലർത്തുവാൻ ആവശ്യമായ ആത്മാവിനാൽ അവരെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. കർത്താവ് ഡൈവേഴ്സിൻ്റെ വക്കിലിരിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഡൈവേഴ്സിൽ അകപ്പെട്ട് ഒരു വെർഡിക്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് നഷ്ടപ്പെടുത്താതെ ജീവിതം കരയേറ്റാനുള്ള ദൈവികമായ മാർഗങ്ങൾ അവർക്ക് കാണിച്ച് ഉപദേശിച്ച് കൊടുത്ത് അവരെ നിലനിർത്തി അവരുടെ കുടുംബത്തെ, അവരുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്താൻ ദൈവിക ഉപായങ്ങളാൽ അവരെ അഭിഷേകം ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന.